നമസ്തേ. ഇൻട്രോവേർട്സ് അല്ലെങ്കിൽ അന്തർമുഖർ എന്ന് പറയുന്ന സമയത്ത് പലരുടെയും മുഖം ചുളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ അവർ കഴിവില്ലാത്തവരാണ്, എപ്പോഴും മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നവരാണ് എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇത്ര അധികം പോപ്പുലർ ആക്കിയതിൽ കാൾ ഗുസ്താവ് യുങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന് വളരെ വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന് മുൻപും പല മനഃശാസ്ത്രജ്ഞരും ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ ടൈപ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്ത് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകളും പല തിയറീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേഴ്സണാലിറ്റി ടൈപ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാത്തിലേക്കും അല്ല ഇപ്പൊ പോകുന്നത്. സാധാരണ നമ്മൾ കേൾക്കുന്നത് ഇൻട്രോവേർട്ട് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്, അന്തർമുഖരായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഊർജം കിട്ടുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംബിവേർഡ്സിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇൻട്രോവേർഷനെ കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് ആളുകളും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഇൻട്രോവേർഡ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ആ സമയത്ത് തന്നെ ഇൻട്രോവേർഡ്സിനെ കുറിച്ച് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ഈ 2024 കുറെ സ്റ്റീരിയോ ടൈപ്പുകൾ മാറി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരുപാട് സമയത്തും ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദ മൊണോട്ടോണി ആൻഡ് സോളിറ്റ്യൂഡ് ഓഫ് എ ക്വയറ്റ് ലൈഫ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ദ ക്രിയേറ്റീവ് മൈൻഡ്. അതായത് നിശബ്ദമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ആ ഒരു ശാന്തത എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പ്രകാശത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ചിന്തയിൽ ആഴ്ന്നിരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ബീമിൽ കയറി ട്രാവൽ ചെയ്തു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗും ഫാസിനേറ്റിംഗുമായിട്ട് തോന്നിയ ഒരു ഡയലോഗാണ്, ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ്, ഇറ്റ്സ് ഇമാജിനേഷൻ. ലോജിക് വിൽ ലീഡ് യു ഫ്രം 1 to 2 or A to B, ബട്ട് ഇമാജിനേഷൻ വിൽ ലീഡ് ടു ഇൻഫിനിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബുദ്ധിയുടെ യഥാർത്ഥ അടയാളം എന്ന് പറയുന്നത് കുറെ അറിവ് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അവസ്ഥയല്ല, മറിച്ച് ഭാവന ചെയ്യാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ യുക്തി എന്ന് പറയുന്നത് നിങ്ങളെ 1 നിന്ന് 2ലേക്കും എയിൽ നിന്ന് ബിയിലേക്കും നയിക്കുന്നു. എന്നാൽ ഭാവന എന്ന് പറയുന്നത് നിങ്ങളെ അനന്തതയിലേക്ക് നയിക്കുന്നു. ഇൻട്രോവേർഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റും അദ്ദേഹത്തിന്റെ ഭാവനയും നമുക്ക് എടുത്തു പറഞ്ഞ് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില സമയങ്ങളിൽ തിങ്ക് വീക്ക് ആചരിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൂടുന്ന സമയത്ത് അദ്ദേഹം പുസ്തകങ്ങളുമായിട്ട് ഡിസപ്പിയർ ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കുടുംബത്തിനോട് പോലും കോണ്ടാക്ട് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കുകയാണ്. ആ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് സൊല്യൂഷൻസ്, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ആണെങ്കിലും ഒരു അന്തർമുഖ വ്യക്തിത്വമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവരുടെ മലിനമായ കാലുകളാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടെ നടക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ഈ പറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ മഹത് വ്യക്തിത്വങ്ങൾ ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. പല കാലങ്ങളിലായിട്ട് ചരിത്രകാരന്മാരും അല്ലെങ്കിൽ ചരിത്രവും മനഃശാസ്ത്രവും ഒരുമിച്ച് ചേർത്ത് വിശകലനം ചെയ്യുന്ന ആളുകൾ ഇവരുടെ വ്യക്തിത്വങ്ങളിലെ പ്രധാനപ്പെട്ട ട്രൈറ്റ്സ് എടുത്തു വെച്ചിട്ട് അവരേത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പല തിയറീസിന്റെയും പല ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ. നിക്കോളാസ് ടെസ്ലയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹവും ഒരു തികഞ്ഞ ഇൻട്രോവേർട്ട് ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു കടുത്ത ബ്രഹ്മചാരിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെയുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു പ്രാവ് മാത്രമായിരുന്നു. സ്റ്റീവൻ സ്പീൽബർഗ്, ഹോളിവുഡ് സിനിമ കാണുന്ന ആളുകൾ, ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആളുകൾ വളരെ അതിശയത്തോടെയും അല്ലെങ്കിൽ ആരാധനയോടും കൂടി നോക്കിക്കാണുന്ന ഒരു വിശ്വവിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് സ്റ്റീവൻ സ്പീൽബർഗ്. അപ്പോൾ അദ്ദേഹമാണെങ്കിലും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇമാജിനേഷന് മുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും നമിച്ചു പോകും അദ്ദേഹത്തിന്റെ പല സിനിമകൾ കാണുന്ന സമയത്ത്. അതുപോലെ തന്നെ വിശ്വവിഖ്യാത എഴുത്തുകാരിയായിട്ടുള്ള JK റൗളിംഗ്, ഹാരി പോട്ടർ വായിക്കാത്ത ആളുകൾ കുറവായിരിക്കും, അവരും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാരിൽ ഒരുപാട് പേരും ആർഗ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്ററുമായിട്ടുള്ള വാരൻ ബഫറ്റ് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇലോൺ മസ്ക്, അതുപോലെ തന്നെ ചോപ്പിൻ, അതുപോലെ തന്നെ ബരാക് ഒബാമ, അതുപോലെ ചാൾസ് ഡാർവിൻ അടക്കമുള്ള ആളുകൾ ഇൻട്രോവേർട്സ് ആണ് എന്നാണ് ചരിത്രത്തിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത്. കാൾ ഗുസ്താവ് യുങ് ആണെങ്കിൽ അദ്ദേഹം തന്നെ ഒരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ എക്സാമ്പിളുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, മറിച്ച് ഇൻട്രോവേർട്ടുകളുടെ അതിശക്തമായിട്ടുള്ള എബിലിറ്റീസ്, പവർ, അതിലേക്കാണ് ഈ വീഡിയോയിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ സാധാരണഗതിയിൽ ഇൻട്രോവേർട്സിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്ത ചില അവരുടെ ട്രൈറ്റ്സിന്റെ ഡീപ്പർ ലെവലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ചില ആസ്പെക്ട്സും ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞത് കുറച്ചു പേരുടേത് മാത്രമാണ്.
നിങ്ങൾ ഓൺലൈനിൽ പരതുകയാണെങ്കിൽ ഇതിന്റെ സോഴ്സസും അതുപോലെ തന്നെ വേറെ ആരൊക്കെയാണ് ഈ ഇൻട്രോവേർട്സിന്റെ കാറ്റഗറിയിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈച്ച് ഓഫ് ദീസ് ഇൻട്രോവേർട്സ്, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ബിൽഗേറ്റ്സ് ആയാലും ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും നിക്കോളാസ് ടെസ്ല ആയാലും ചാൾസ് ഡാർവിൻ ആയാലും ഇവരുടെയൊക്കെ തിയറീസ് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റഡീസ് ഗവേഷണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കോൺട്രിബ്യൂഷൻ നടത്തുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ ഡിഫറന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ മെത്തേഡ്സിൽ ചിലതിനെ കുറിച്ച് മുൻപുള്ള ചില വീഡിയോകളിൽ വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ മെത്തേഡ്സ് ഞാൻ അതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല, വീഡിയോ ഒരുപാട് നീളത്തിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോവേർട്സിന്റെ പവേഴ്സ് ആണ്. പല ആളുകളും ലോകത്തിൽ ഇൻട്രോവേർട്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവുള്ളവരായിട്ട് അല്ലെങ്കിൽ മുഖം ചുളിയുന്ന സമയത്ത് ലോകം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രോവേർട്സിന് ബ്രെയിനിൽ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് കുറവാണ് എന്നുള്ളതാണ് എക്സ്ട്രോവേർട്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസിൽ നിന്നും മാറി ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ആൻഷ്യസ് ആയി കഴിയുന്ന സമയത്ത് ഒറ്റപ്പെട്ട ശാന്തമായ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് പോലെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ടുള്ള അസിറ്റൽ കൊലീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻട്രോവേർട്സിൽ കൂടുതലാണ് എന്നും ചില പഠനങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇതിന്റെ ഒന്നും ഡീപ്പർ ലെവലുകളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഇതൊക്കെ ചില സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ മേഖലകളിൽ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻട്രോവേർട്സിനാണോ എക്സ്ട്രോവേർട്സിനാണോ IQ കൂടുതലുള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിലുള്ള സംതൃപ്തി, ഇമോഷണൽ വെൽബീയിങ്, വൈകാരികമായിട്ടുള്ള ആരോഗ്യം, ഇതൊക്കെ ഇൻട്രോവേർട്സിൽ അല്പം ചലഞ്ചിങ് ആണ് എന്ന് ചില സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രോവേർട്സിന്റെ മറ്റിടങ്ങളിൽ കേട്ടിട്ടില്ലാത്തതായിരിക്കാൻ സാധ്യതയുള്ള പവർഫുൾ ആയിട്ടുള്ള ചില എബിലിറ്റീസും പ്രത്യേകതകളും ട്രേറ്റ്സും എന്താണ് കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിഫിക് ഇൻഫർമേഷനും കൂടെ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻട്രോവേർട്സിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരു അന്തർലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് ബാഹ്യ ലോകത്തിനേക്കാളും പ്രാധാന്യം അവരുടെ ഇന്നർ വേൾഡിനായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത്, സമൂഹവുമായിട്ട് ഇടപെടുന്ന സമയത്ത് പുറത്തേക്കാണ് അവരുടെ ആ ഒരു ഓറിയന്റേഷൻ കിടക്കുന്നത്. ബട്ട് ഇൻട്രോവേർട്സ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബാഹ്യ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ വിലയില്ല, എന്നാൽ ഉള്ളിലേക്ക് അവരുടെ ഇന്നർ വേൾഡിൽ അവർക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇന്നർ വേൾഡ് ഉണ്ട്. ആ ഇന്നർ വേൾഡിലാണ് ഇൻട്രോവേർട്സ് കഴിയുന്നത്. അധികാരം അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായ നിനക്ക് ഇന്ന രീതിയിലുള്ള കഴിവുകളുണ്ട് എന്നൊന്നും പറഞ്ഞു കേൾക്കുന്നത് അതിനോടൊന്നും വലിയ ആഗ്രഹവും താല്പര്യവും ഒന്നുമില്ല. അതായത് എക്സ്ട്രോവേർട്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനോടൊന്നും ഉപേക്ഷയാണെന്നല്ല ഞാൻ പറയുന്നത്. അധികാരത്തിനോട് എക്സ്ട്രോവേർട്സിന്റെ അത്രയും താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇന്ന കഴിവുകളുണ്ട് അതിലുള്ള അപ്രീസിയേഷൻ കേൾക്കാനൊന്നും ഇൻട്രോവേർട്സിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നതും ഡയമെൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതർ സൈഡിൽ എക്സ്ട്രോവേർട്ടും നടുവിൽ ആംബിവേർഷനുമാണ് വരുന്നത്. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്പിൽ ചില സമയത്ത് ഇൻട്രോവേർട്സ് ചിലപ്പോൾ ആംബിവേർട്സ് ആകാനും എക്സ്ട്രോവേർട്സ് ആംബിവേർട്സ് ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാലാന്തരത്തിൽ കുറേശ്ശെ മാറി വരുമെങ്കിലും ഞാൻ പറഞ്ഞ പ്രധാന സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ജെനറ്റിക് സ്റ്റഡീസ് നടന്ന സമയത്ത് പേരൻസിന്റെ അല്ലെങ്കിൽ പൂർവ്വപിതാമഹന്മാരുടെ ആൻസിസ്റ്റേഴ്സിന്റെ ജെനറ്റിക് ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരാളിൽ ഇൻട്രോവേർട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു കുട്ടി ഇൻട്രോവേർട്ടും ഒരാൾ എക്സ്ട്രോവേർട്ടും ആണെങ്കിൽ ഇവനെ കണ്ടുപഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടുപഠിക്കാനോ പറഞ്ഞ് ഒരിക്കലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇവരുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻട്രോവേർട്സിന് ഒരു കാര്യത്തിൽ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയധികം സാമൂഹ്യ പ്രഷർ വന്നിട്ടുണ്ടെങ്കിലും സോഷ്യൽ പ്രഷർ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ഈ വ്യൂ അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രോവേർട്സിന്റെ നിലപാട് അതിശക്തമായിരിക്കും. നിങ്ങൾ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുള്ള ഗാന്ധിയെ പോലുള്ള ആളുകളുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക, എബ്രഹാം ലിങ്കണെ പോലുള്ള ആളുകളുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക. അവർക്കൊരു നിലപാടുണ്ടെങ്കിൽ അവർ അതിൽ തന്നെയാണ് ഉറച്ചു നിന്നിട്ടുള്ളത്. അതിനുവേണ്ടി മരണം വരിക്കാൻ പോലും അവർ റെഡിയാണ്. അങ്ങനെ മരണം വരിച്ച ഒരു വ്യക്തിത്വമാണ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാം, ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ പ്രാചീന ഭാരതത്തിലെ പല മഹർഷിമാരുടെയും ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അവരൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്ന് തപസ് ചെയ്തവരായിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിലും ഇത്തരത്തിൽ സന്യാസി ഋഷിവര്യന്മാരായിട്ട് ജീവിക്കുന്ന, ഏകാന്തതയിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ. ആളുകളുമായിട്ട് സംസാരിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ അവർക്ക് വളരെ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അവരവരുടെ ഏകാന്തതയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇൻട്രോവേർട്സ് പുറത്തു വരാത്തതിന് ഈ ആൻസൈറ്റി ചെറിയൊരു ഘടകമാകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ആൻസൈറ്റി കൂടിയത് കൊണ്ട് ഇൻട്രോവേർഷനിലേക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം.
ഇതൊക്കെ നമ്മൾ ഈ വേളയിൽ ചിന്തിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. എക്സ്ട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേണം. അവർക്ക് സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഹൃത്തുക്കളെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് ബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. കാരണം അവർക്ക് ഒരു സുഹൃത്തും ഇല്ലെങ്കിൽ പോലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിഞ്ഞു പോകാനുള്ള ഒരു പവർ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എക്സ്ട്രോവേർട്സ് എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു അതിലൂടെ ഒരു സാന്ത്വനം കണ്ടെത്താറുണ്ട്. ഇൻട്രോവേർട്സ് ഇതിൽ നിന്ന് അല്പം വിമുഖത കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ ഇവർ വാചാലരാകുന്നത് നമുക്ക് കാണാനായിട്ടും സാധിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുറത്തേക്ക് പറയാത്തത് കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ അവനവന്റെ ഉള്ളിൽ തന്നെ ബറി ചെയ്യുന്നത് കൊണ്ട് ചില സമയത്ത് ഇൻട്രോവേർട്സിന് ഡിപ്രഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികം സഞ്ചാരപ്രിയരല്ല. അതായത് ഒരുപാട് സഞ്ചരിക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതൊന്നും അവർക്ക് ഭയങ്കര എക്സോഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ചാർജിനെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു യാത്ര പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിനോദയാത്രയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഫാമിലി ട്രിപ്പ് ആണെങ്കിലോ ഒക്കെ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോയി, ഒരു പാർട്ടിക്ക് പോയി, ഇത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് എത്തുക, സ്വന്തം മുറിയിലേക്ക് ഒന്ന് കയറുക, ഒന്ന് കുളിച്ച് സമാധാനത്തിലിരിക്കുക എന്നുള്ള ഒരു ഒറ്റ ചിന്തയായിരിക്കും ഇൻട്രോവേർട്സിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓരോ ആളുകൾ അവരോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് രസകരമാണ്. അവരുടെ ചാർജ് ഊറ്റാനായിട്ട് വരുന്ന ഒരു എനർജി വാമ്പയറിനെ പോലെ അവർ എക്സ്ട്രോവേർട്സിനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ്. എക്സ്ട്രോവേർട്സിന് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്സിന് ചെറിയ പേടി തന്നെയുണ്ട്. അവരെ കാണുന്ന സമയത്ത് ഒരു ഞെട്ടൽ വരാറുണ്ട്. എന്നാൽ എക്സ്ട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോവേർട്സിനെ ഒന്ന് പോയിട്ട് ഇളക്കുക എന്നുള്ളത് അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. ഇനി അഥവാ ഇളകിയില്ലെങ്കിൽ അവർ പറയുമോ അത് വളരെ ഡള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ യാതൊരു രസവും ഇല്ല, അവരോട് അടുക്കാറുമില്ല. സോ ഇൻട്രോവേർട്സിന് ഇങ്ങനെ ഒരു അദൃശ്യ വലയം എപ്പോഴും അവരവരുടെ ചുറ്റിനും സൂക്ഷിക്കുമെന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ഇൻട്രോവേർട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വികാരങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അതായത് ഇൻട്രോവേർട്സ് പെട്ടെന്ന് എടുത്ത് ചാടി കോപിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് ദേഷ്യം വരണമെങ്കിൽ മെല്ലെ 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 ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ആ ദേഷ്യം അതിന്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡൗൺ ആകുന്നതും സ്ലോ ആയിട്ട് തന്നെയായിരിക്കും. അതാണ് ചില ആളുകളെ കുറിച്ച് പറയാറില്ല, അവരങ്ങനെ ദേഷ്യപ്പെടാറില്ല, പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് പതിയെയാണ് അത് സ്ലോ ഡൗൺ ആവുള്ളൂ. പല എക്സ്ട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദേഷ്യം വരികയും അത് പെട്ടെന്ന് താഴുകയും ചെയ്യും. വികാരങ്ങൾ ഏതുമാകട്ടെ, ദേഷ്യത്തിന്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അത് ഫിയർ ആകാം, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആകാം. പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊരു ഇൻട്രോവേർട്ടിനെ സർപ്രൈസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയങ്ങളിൽ അവർക്ക് സർപ്രൈസ് ഇഷ്ടമല്ല താനും. രാത്രി 12 മണിക്ക് ഉറക്കം ഉണർത്തിയിട്ട് ബർത്ത്ഡേ കേക്ക് മുറിപ്പിക്കുന്ന സമയത്ത് ഇൻട്രോവേർട്ട് 100% ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാനായിട്ട് ഇൻട്രോവേർട്സിന് താല്പര്യമില്ല എന്നുള്ളതാണ്. കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ അവർ ആ വർക്ക് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവർക്ക് ഏറ്റെടുത്ത് എല്ലാവരെയും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ബട്ട് ദേ ആർ ഗുഡ് ലീഡേഴ്സ്. ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒറ്റയ്ക്ക് അത് ചെയ്യും. ഒറ്റയ്ക്ക് തന്നെ അവർക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ നയിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് ഇടപെടാത്ത ആൾക്കാരെ നയിക്കുക എന്നുള്ളത്. കാരണം അത്രയും ശക്തമായിട്ടുള്ള ടോക്കിംഗ് കപ്പാസിറ്റി ഇൻട്രോവേർട്സിന് ഉണ്ടെന്നുള്ളതാണ്. ഇവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിപ്പിക്കുന്നതായാലും സന്തോഷിപ്പിക്കുന്നതായാലും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ സംസാരിക്കാൻ ഇവർക്കറിയാം. കാരണം ഇവരാദ്യം ചിന്തിച്ചതിന് ശേഷമാണ് ഇവരുടെ ഓരോ വാക്കും പുറത്തേക്ക് വരുന്നത്. അത് നല്ല ഇമാജിനേഷനും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഫ്ലോയിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യും. മറ്റുള്ളവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വലിന്റെ ഹൃദയത്തിലേക്ക് ഇവർ നോക്കുന്നത് കൊണ്ട് അവർക്കറിയാം ആൾക്കാരെ ഇന്ന രീതിയിലുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. സോ അവർ നല്ല ലീഡേഴ്സ് ആയിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അന്തർമുഖനായിട്ടുള്ള നിങ്ങളുടെ പരിചയമണ്ഡലത്തിലുള്ള ഒരാൾ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് അദ്ദേഹത്തിനോട് ചെന്ന് വിഷ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയാലും 1-2 വാക്കുകളിൽ മറുപടി ഉടക്കി പോകാനാണ് സാധ്യത. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു വിവാഹമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആൾക്കാർ കൂടുന്ന സ്ഥലമായിക്കോട്ടെ, അവിടെ നിന്നൊക്കെ നിങ്ങൾ കൈ കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് 1-2 വാക്ക് പറഞ്ഞവർ മാറുന്നത് ഒരിക്കലും അവരെ നെഗറ്റീവായിട്ട് കാണരുത്. അത് അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഇൻട്രോവേർട്സിനോ എക്സ്ട്രോവേർട്സിന് ഇഷ്ടമാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചില എക്സ്ട്രോവേർട്സിന് ഇൻട്രോവേർട്സിനോട് വളരെ താല്പര്യമുണ്ട്, ചില എക്സ്ട്രോവേർട്സിന് ഇൻട്രോവേർട്സിന് ഇഷ്ടമല്ല താനും. ഇത് നേരെ തിരിച്ചു ഉണ്ടാകാറുണ്ട്. സോ ഇതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതിനെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്.
അതിന്റെ കൂടെ ഒരുപാട് ക്വാളിറ്റീസും കൂടെ വരുന്ന സമയത്താണ് അതൊരു സ്പെസിഫിക് പേഴ്സണാലിറ്റി ടൈപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഐസങ്കിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ ഈ മോഡേൺ ടൈമിൽ ഇൻട്രോവേർട്സിനെ കുറിച്ച് കുറെ സ്റ്റഡീസ് നടത്തുകയും പോപ്പുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഒരു ഡയമെൻഷൻ തന്നെയാണ് ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. ഇൻട്രോവേർട്സ് വളരെ ആഴത്തിലുള്ള ചിന്തകരാണ്. ഇവർ വളരെയധികം ഇൻട്രോസ്പെക്ട് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും റിഫ്ലക്ട് ചെയ്യാനും. അതുകൊണ്ട് തന്നെയാണ് കാൾ യുങ്ങിന് മുൻപുണ്ടായിരുന്ന ജോർഡനെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ ഇൻട്രോവേർട്സിനെ റിഫ്ലക്റ്റീവ് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. റിഫ്ലക്റ്റീവ് ടൈപ്പ് എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നു, എന്നാൽ എക്സ്ട്രോവേർട്സിനെ അവർ വിശേഷിപ്പിച്ചത് ആക്റ്റീവ് ടൈപ്പ് എന്നാണ്. സോ അതിശക്തമായിട്ടുള്ള വാക്ചാതുര്യമുള്ള, ഒറ്റപ്പെടലുകൾ ഇഷ്ടപ്പെടുന്ന ഈ സോളിറ്റ്യൂഡ് ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡീപ്പായിട്ടുള്ള ഫീലിങ്സും ഇവർക്കുണ്ട് എന്നുള്ളതാണ്. സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവർ എത്തിപ്പെട്ട ഒരവസ്ഥയല്ല, ഇവർ തെരഞ്ഞെടുത്ത ഒരവസ്ഥയാണ്. അതിൽ അവർ പൂർണ്ണമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇൻട്രോവേർട്സിന്റെ പ്ലേസിനെ കയ്യേറാതിരിക്കുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ലെറ്റ് ദം ലീവ്. അവരവരുടെ വഴിയിൽ ജീവിച്ച് ലോകത്തിന് അവരുടേതായിട്ടുള്ള ഒരു മാർക്ക്, അതുപോലെ തന്നെ അവരുടെ പേര് ഹിസ്റ്ററിയിൽ സൈൻ ചെയ്യുകയും നല്ലൊരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇൻട്രോവേർട്ട് ടൈപ്പ് വളരെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൺ ഓഫ് ദ പേഴ്സണാലിറ്റി ടൈപ്പ് ഈസ് സുപ്പീരിയർ. ഒരു പേഴ്സണാലിറ്റി ടൈപ്പും സുപ്പീരിയറും ഇൻഫീരിയറും അല്ല. ഞാനിവിടെ ഇൻട്രോവേർട്സിനെ കുറിച്ച് മാത്രമാണ് കൂടുതലായിട്ട് സംസാരിച്ചത്. എക്സ്ട്രോവേർട്സ് ആക്റ്റീവായി നിന്നുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻട്രോവേർട്ട് ഏകാന്തതയിൽ അവരുടെ ഇന്നോവേഷൻസും ഫിലോസഫീസും റൈറ്റിംഗ്സും പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു, ഇൻട്രോവേർട്സിന് നല്ല സൈക്കോളജിസ്റ്റ്, നല്ല സ്പിരിച്വലിസ്റ്റ്, അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ നല്ലൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടർ തുടങ്ങി ഒരുപാട് പ്രൊഫഷൻസിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ സംസാരം കുറഞ്ഞു എന്ന് കരുതി അയാളെ റിജക്ട് ചെയ്യാതിരിക്കുക, നിറകുടം തുളുമ്പുകയില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ആൻഡ് എല്ലാ പേഴ്സണാലിറ്റി ടൈപ്പും നമുക്ക് ഈ ലോകം ഇത്ര മനോഹരമായിട്ട് റൺ ചെയ്യാനായിട്ട് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.